ഹായ്, നമസ്കാരം. ഇന്ന് ഞാൻ എന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ നിരന്തരം ചെയ്യുന്ന എന്നാൽ നമ്മുടെ സന്തോഷത്തെ കവർന്നെടുക്കുന്ന ചില കാര്യങ്ങളെ പറ്റിയാണ്. ഒരു ഹാബിറ്റ് പോലെ നമ്മളത് ചെയ്യുന്നുണ്ടാകും, പക്ഷെ നമ്മൾ അറിയുന്നില്ല ഈ കാര്യങ്ങൾ നമ്മുടെ സന്തോഷത്തെ നഷ്ടപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത്. ഞാൻ ഈ പറയാൻ പോകുന്ന 6 കാര്യങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടതാണ്. കാരണം ഇപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവില്ല. പക്ഷേ കുറച്ചു നാൾ കഴിയുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടി വരും, ഈ ചെയ്ത കാര്യങ്ങള് എന്റെ സന്തോഷത്തെയാണല്ലോ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത്. അതിലൊന്നാമത്തെ കാര്യമാണ് ഓവർ കമ്മിറ്റിങ്. നമ്മൾ എല്ലാത്തിനും എല്ലാവരോടും ഓക്കെ അല്ലെങ്കിൽ യെസ് പറയുന്ന ഒരു ശീലം നമുക്കുണ്ടെങ്കിൽ അത് ഒന്നുകിൽ അവരെ സന്തോഷിപ്പിക്കാനായിരിക്കും, അല്ലെങ്കിൽ അവരുടെ വായിൽ നിന്നും നല്ലൊരു വാക്ക് കിട്ടാനായിരിക്കും, അല്ലെങ്കിൽ ഒരു വഴക്കുകളോ കോൺഫ്ലിക്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനായിരിക്കും. പക്ഷെ ഈ ഒരു ശീലം അത് മെല്ലെ മെല്ലെ നമ്മുടെ സന്തോഷത്തെ നഷ്ടപ്പെടുത്തുകയേ ഉള്ളൂ. കാരണം കുറെ നാൾ കഴിയുമ്പോ ഇവര് പറയുന്നത് മാത്രം ചെയ്യുന്ന ഒരാളായിട്ട് നമ്മൾ മാറും. നമ്മുടേതായ കാര്യങ്ങൾ നമ്മൾ നെഗ്ലക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. രണ്ടാമത്തെ ഒരു കാര്യമാണ് പെർഫെക്ഷനിസം. ഇത് ശരിക്കും പറഞ്ഞാൽ പെർഫെക്ഷനിസം നമ്മളെ ഒരു ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ആണ്. പക്ഷേ എത്ര വർക്ക് ചെയ്താലും അതില് ഒരു ഫീൽ ഗുഡ് എന്ന ഒരു കാര്യം നമുക്ക് ഉണ്ടായിരിക്കുകയില്ല. നന്നായി ചെയ്തു എന്നൊരു ഫീലിംഗ് ഒരിക്കലും ഒരു പെർഫെക്ഷനിസം ഉള്ള വ്യക്തിക്ക് ഉണ്ടായിരിക്കുകയില്ല. അതും നമ്മുടെ സന്തോഷത്തെ കളയുന്ന ഒരു കാര്യമാണ്. മൂന്നാമതൊരു കാര്യമാണ് മറ്റുള്ളവരോടുള്ള ദേഷ്യം കൊണ്ട് നടക്കുന്നത്. മറ്റുള്ളവരോടുള്ള ദേഷ്യം കൊണ്ട് നടക്കുമ്പോൾ എപ്പോഴും ആ ഒരു വ്യക്തിയെ നമ്മൾ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും. അതുകൊണ്ട് ആ വ്യക്തിയോട് ഫോർഗീവ് ചെയ്തിട്ട് ഗോ ഫോർവേഡ്. ദെൻ അടുത്തൊരു കാര്യമാണ് നമ്മളെ ശ്രദ്ധിക്കാതിരിക്കുന്നത്. അതായത് നെഗ്ലക്റ്റിംഗ് ദ സെൽഫ് കെയർ. ഒരു ചെടി ഡെയിലി നമ്മൾ വെള്ളം ഒഴിച്ചാൽ മാത്രമാണ് അതിന് അതിൻ്റെതായ ആ ഒരു പുഷ്ടിയിൽ വളരാനായിട്ട് പറ്റുകയുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ സെൽഫ് കെയറും വെരി ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ഡെയിലി കുറച്ച് സമയം നമുക്കായിട്ട് നമ്മൾ ചിലവഴിക്കണം. അത് നമ്മളെ ഇമോഷണലിയും ഫിസിക്കലിയും ഹെൽത്തി ആക്കും. അടുത്തൊരു കാര്യമാണ് ചെയ്യേണ്ട കാര്യങ്ങള് ഓവർലോഡ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഷെഡ്യൂളിൽ വെച്ചിരിക്കുന്ന കാര്യം ഇത്ര സമയത്തിനുള്ളിൽ എനിക്ക് ഇത്രയും കാര്യങ്ങൾ ഫിനിഷ് ചെയ്യണം എന്ന ചിന്തയില് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു, ഓവർലോഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതും നമ്മുടെ സന്തോഷത്തെ നഷ്ടപ്പെടുത്തും. ആദ്യമൊക്കെ അത് നമുക്കൊരു പ്രൊഡക്റ്റീവ് ആയിട്ട് തോന്നുമെങ്കിലും മെല്ലെ മെല്ലെ അത് നമ്മളെ ഇമോഷണലിയും ഫിസിക്കലിയും അഫക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ സന്തോഷം നഷ്ടപ്പെടുകയും ചെയ്യും. അടുത്തത് ലാസ്റ്റ് ആറാമത്തെ കാര്യമാണ് പാസ്റ്റിലും ഫ്യൂച്ചറിലും ജീവിക്കുന്നത്. കഴിഞ്ഞ കാര്യങ്ങളെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്നതും വരാനിരിക്കുന്ന കാര്യങ്ങളെ പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നതും ഇത് ഇന്നത്തെ സന്തോഷത്തെ നഷ്ടപ്പെടുത്തും. ഇന്ന് ഉണ്ടാകുന്ന കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ അത് നമ്മളെ സഹായിക്കുക ഇല്ല. അതുകൊണ്ട് ഒരിക്കലും കഴിഞ്ഞ കാര്യങ്ങളെ പറ്റി ആലോചിക്കാതിരിക്കുക, വരാനിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയും ആലോചിക്കാതിരിക്കുക. എന്നിട്ട് ഇന്ന് നമ്മുടെ കയ്യിൽ എന്തുണ്ടോ, ഇന്നത്തെ സിറ്റുവേഷൻ എന്താണോ അതിലുള്ള കാര്യങ്ങളിൽ ഹാപ്പിനെസ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. താങ്ക് യു.